ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ രുചിയും ആരോഗ്യവും എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീരകത്തെക്കുറിച്ചാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷീജ മേനോൻ, കടങ്ങോട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. ജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, കാട്ടുജീരകം എന്ന ജീരകം പലവിധമുണ്ട്. ഇവയെല്ലാം ആഹാരത്തിലും ഔഷധത്തിലും ഉപയോഗിക്കപ്പെടുന്നവയാണ്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ല ജീരകത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലെ അവിഭാജ്യ ഘടകമാണ് ജീരകം. നമ്മുടെ കറികൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന ജീരകം ഒരു മികച്ചൊരു ഔഷധം കൂടിയാണ്. ക്യുമിനം സിമിനം എന്ന ശാസ്ത്രീയ നാമമുള്ള ജീരകം APAceae എന്ന ഫാമിലിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിൻ്റെ ചെടി ഏകദേശം 30 സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്നവയും നീല കലർന്ന പച്ച നിറമുള്ള കനം കുറഞ്ഞ കൂർത്ത ഇലകളുള്ളവയുമാണ്. ഇവയ്ക്ക് വെളുത്ത പൂക്കളും തവിട്ട് നിറമുള്ള കായകളാണുള്ളത്. ഒരു പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞാൽ ചെടികൾ നശിക്കുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ജീരകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. ആയുർവേദത്തിൽ ജീരകം കടുരസമുള്ളതും ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളുള്ളതുമായിട്ടാണ് പറയുന്നത്. ഇത് കഫവാതഹരവും അല്പം പിത്തവർദ്ധകവുമാണ്. ജീരകം ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതും ദഹനത്തെ ക്രമീകരിക്കുകയും ഹൃദയാരോഗ്യത്തിന് ഉത്തമവുമാണ്. ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിനും ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതിനും രുചിയെ കൂട്ടുന്നതിനും ഗർഭാശയ ശുദ്ധിക്കും മികച്ചതായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. ജീരകത്തിലെ സുഗന്ധവും ആരോഗ്യ ഗുണങ്ങളും വരുന്നത് അതിലടങ്ങിയിരിക്കുന്ന വോളറ്റൈൽ ഓയിൽസിലുള്ള ക്യുമിനാൽഡിഹൈഡിൻ്റെ പ്രവർത്തനം മൂലമാണ്. ജീരകം ധാതുക്കളുടെ ഒരു കലവറ കൂടിയാണ്. കാൽസ്യം, അയേൺ, മാംഗനീസ്, മഗ്നീഷ്യം എന്നിവ ജീരകത്തിൽ അടങ്ങിയിരിക്കുന്നു. ജീരകം അടങ്ങിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ആയുർവേദ മരുന്നുകൾ ജീരകാരിഷ്ടം, അഷ്ടചൂർണം, അയോപായം കഷായം, ഡാഡിമാഷ്ടക ചൂർണം എന്നിവയാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗൃഹവൈദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ജീരകം. പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിളിനും മറ്റും. ചൂടുള്ള ജീരകവെള്ളം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തെ സുഗമമായി ദഹിപ്പിക്കുന്നതിനും വയറുവീർപ്പ്, വിമ്മിഷ്ടം മുതലായ ബുദ്ധിമുട്ടുകൾ ശമിപ്പിക്കുന്നതിനും അത് സഹായിക്കുന്നു. ഉറക്കക്കുറവുള്ളവർക്ക് ഒരു നുള്ളി ജീരകപ്പൊടി, ഒരു നുള്ളി ഇരട്ടി മധുരം പൊടിച്ചത്, ഇപ്പോൾ 1 ടീസ്പൂൺ പാലിൽ രാത്രി കിടക്കാൻ നേരത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നതാണ്. തേൾ വിഷം കടിച്ചിട്ടുള്ള വേദനയ്ക്ക് ജീരകപ്പൊടിയും ഇന്ദുപ്പും പൊടിച്ചത് ചൂടുള്ള നെയ്യിൽ കലർത്തിയിട്ട് പുരട്ടിയാൽ വേദനയ്ക്ക് ശമനം കിട്ടുന്നതാണ്. കൂടാതെ ഗ്യാസ് ട്രബിൾ മൂലമുള്ള നെഞ്ചുവേദന, വയറുവേദന എന്നിവയുള്ളവർക്ക് 1 ടീസ്പൂൺ ജീരകം വറുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന ശമിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ പ്രസവവേദന വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ജീരകം ഇതുപോലെ 1 ടീസ്പൂൺ ജീരകം നെയ്യിൽ വറുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുകയും സുഖമായ പ്രസവത്തിന് അത് സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ജീരകം അല്പം പിത്തവർദ്ധകമായതിനാൽ അത് ചൂടുള്ള കാലത്തും കൂടാതെ അമിതമായ അസിഡിറ്റി, അതായത് പുളിച്ചത് കെട്ടൽ, വയറുകാളിച്ചൊക്കെ ഉള്ളവരിലും വയറ്റിൽ പുണ്ണുള്ളവരിലും അതിൻ്റെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.